സാമൂഹിക സാംസ്കാരിക ആത്മീയ രംഗങ്ങളെ പ്രമുഖരും വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയായിരുന്നു അവർ. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ചങ്ങനാശ്ശേരി വാഴപ്പള്ളി തെരാസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്തു. തെരഞ്ഞെടുപ്പിൽ NSSന് സമദൂര നിലപാടാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം GMLP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എന്നിവർ തൃക്കാക്കര തെങ്ങോട് സർക്കാർ സ്കൂളിൽ വോട്ട് ചെയ്തു. ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര തിരുവനന്തപുരം ജവഹർലാൽ നഗറിലെ ബൂത്തിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. മന്ത്രിമാരായ R ബിന്ദു, റോഷി അഗസ്റ്റിൻ, K രാജൻ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ് എന്നിവർ അവരവരുടെ ബൂത്തുകളിലെത്തി വോട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. വോട്ട് രേഖപ്പെടുത്തി ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും മെഗാസ്റ്റാർ മമ്മൂട്ടി പൊന്നൂരിനി ക്രൈസ്റ്റ് കിംഗ് കോൺവെന്റ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. സംവിധായകൻ സത്യൻ അന്തിക്കാട്, നടന്മാരായ ടോവിനോ തോമസ്, ആസിഫ് അലി, ദിലീപ്, നടി ആശാ ശരത്ത് തുടങ്ങിയവരും വോട്ട് ചെയ്തു. ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും അവരവരുടെ ബൂത്തുകളിലെത്തി വോട്ട് ചെയ്തു. സംവിധായകൻ സത്യൻ അന്തിക്കാട് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. സത്യൻ അന്തിക്കാടും ഭാര്യ നിമ്മിയും അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെത്തിയാണ് വോട്ട് ചെയ്തത്. ചലച്ചിത്ര താരം ടൊവിനോ തോമസ് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലും ദിലീപ് ആലുവയിലും ടിനി ടോം ആലുവ തൈക്കാട്ടുകര സ്കൂളിലും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. നടൻ ആസിഫ് അലി തൊടുപുഴയിൽ വോട്ട് രേഖപ്പെടുത്തി. മികച്ച രാഷ്ട്രീയ അവസ്ഥ രാജ്യത്ത് ഉണ്ടാകണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ആസിഫ് അലി പറഞ്ഞു. സമ്മതിദാനാവകാശം നിർവഹിക്കുക എന്നുള്ളത് നമ്മളൊരു ഓരോ ഇന്ത്യക്കാരുടെ കടമയാണ്. നമ്മൾ ചെയ്യണം. അത് ചെയ്യാതെ നമ്മൾ മാറി നിന്ന് അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. നമ്മൾ നമ്മുടെ ഭാഗം കൃത്യമായി ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ അതൃപ്തി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്കൊരു പ്രശംസ പറയാനോ ഒക്കെ പാടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വോട്ട് ചെയ്യാൻ വരണം. ഇപ്പം നമ്മൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഇത്രയും വലിയൊരു അറ്റൻഷൻ കിട്ടുന്നത് തന്നെ ബാക്കിയുള്ളവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. മടി പിടിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ചൂട് കാരണം വോട്ട് ചെയ്യാൻ വൈകുന്നവർ എന്നൊക്കെ പറയുന്നവർക്ക് അവര് പുറത്തേക്ക് ഇറങ്ങി വന്ന് അവർ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ കടമയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇതിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം. മെഗാസ്റ്റാർ മമ്മൂട്ടി ഉച്ചയ്ക്ക് ശേഷം ഭാര്യ സുൽഫിക്കൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പൊന്നൂരിനി ക്രൈസ്റ്റ് കിംഗ് കോൺവെന്റ് സ്കൂളിലായിരുന്നു താരമെത്തിയത്. സുരേഷ് ഗോപിക്കും മുകേഷിനും വിജയാശംസകൾ നേർന്ന് നടി ആശാ ശരത് പെരുമ്പാവൂരിൽ വോട്ട് രേഖപ്പെടുത്തി. പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 86-ാം നമ്പർ ബൂത്തിൽ മകൾക്കൊപ്പം എത്തിയാണ് താരം വോട്ട് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് മനസ്സിൽ ഓർമ്മ വരുന്ന അച്ഛനെയാണ്. അച്ഛൻ ICUവിൽ കിടന്ന് പെർമിഷൻ എടുത്ത് വന്ന് വോട്ട് ചെയ്തിട്ട് പോയ ആളാണ്. 2 വർഷം മുന്നേ അച്ഛൻ പോയി. ഈ ഒരു നിമിഷമൊക്കെ അച്ഛനെയാണ് ഓർത്തത്. എന്ത് സുഖമില്ലയോ അല്ലെങ്കിൽ എന്തൊക്കെ തിരക്കുന്നുണ്ടെങ്കിലും വോട്ടിംഗ് ചെയ്യാതിരിക്കാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ആളായിരുന്നു അച്ഛൻ. അച്ഛൻ ICUന്ന് വന്ന് വോട്ട് ചെയ്ത് പോയതെന്ന് വലിയ വാർത്തയായിരുന്നു. അത് അച്ഛനെയാണ് ശരിക്കും പറഞ്ഞത് ഈ നിമിഷം ഓർക്കുന്നത്. എല്ലാം നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ല ഭരണങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ, ഇനിയും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറ്റത്തിനായി വോട്ട് ചെയ്യണമെന്ന് ചലച്ചിത്ര താരം അന്ന രാജൻ വോട്ട് രേഖപ്പെടുത്തി പ്രതികരിച്ചു. എറണാകുളം ആലുവയിലെ ഇസ്ലാമിക് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അന്ന വോട്ട് ചെയ്യാനെത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഉദ്യോഗസ്ഥർ ടോക്കൺ മാറി നൽകിയെന്ന പരാതിയുമായി യുവതിയുടെ പ്രതിഷേധം